Hi children, in the 10th question exercise 5.3 kando show that A1, A2 then continuation up to AN ഇവിടെ തന്നിട്ടുണ്ട് and form an AP. കണ്ടോ ജസ്റ്റ് ഒരു AP ഫോം ചെയ്യുക. then where AN is defined as below. അപ്പോൾ ഇതുപോലെ ANനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുള്ളത്? ഇതുപോലെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. AN equal to 3 plus 4n. then one more question is the AN second one AN equal to 9 minus 5n. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഓൾസോ ഫൈൻഡ് സം ഓഫ് ദ ഫസ്റ്റ് 15 ടേംസ് ഇൻ ഈച്ച് കേസ്. അപ്പോൾ ഇതിൽ എല്ലാത്തിലും ഒരു 15 ടേംസ് നമ്മൾ കണ്ടെത്താനും കൂടി പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് 15 ടേംസ് കേട്ടോ. സം ഓഫ് 15 ടേംസ് ആണ് നമ്മളോട് കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെയും ഓക്കെ. അപ്പോൾ നമുക്കത് ഫസ്റ്റ് വേണമെന്ന് എഴുതാം അല്ലേ. AN ഈസ് ഈക്വൽ ടു എന്താണ് 3 plus 4n. സോ 5.3 ആണ് അതിനകത്ത് എത്രാമത്തെ ക്വസ്റ്റ്യനാണ്? 10th ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ നമ്മൾ പറഞ്ഞത്? AN equal to 3 plus 4n. ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ നമുക്കത് ചെയ്യാം. നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രകാരം ഇവിടെ എന്നൊക്കെ നമുക്ക് കണ്ടെത്തണം. നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ടേമോ സെക്കൻഡ് ടേമോ തേർഡ് ടേമോ ഒന്നും നമുക്കില്ല അല്ലേ. ഈ nth ടേമാണ് തന്നിരിക്കുന്നത്. AN മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. 3 plus 4n ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോരോ ടേം വൈസ് ആയിട്ട് നമുക്കിവിടെ കണ്ടെത്തണം. ഓക്കെ. സോ നമുക്ക് എന്ത് കൊടുക്കാം? ANന് പകരം നമുക്ക് ഫസ്റ്റ് ടേം കണ്ടെത്താൻ A1 എന്ന് കൊടുക്കാം അല്ലേ. നമ്മൾ ഫസ്റ്റ് ടേമിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? A1 എന്നല്ലേ. സോ നമുക്കിവിടെ കൊടുക്കാം 3 plus 4 into എന്നിൻ്റെ സ്ഥാനത്ത് n ഈക്വൽ ടു നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന 1 ആണ് കേട്ടോ. അതായത് A1. ഓക്കെ. സോ നമുക്ക് എന്ത് കിട്ടി? 3 plus 4 into 1 എത്രയാണ്? 4 കിട്ടി. നമുക്കിവിടെ 7 കിട്ടി. സോ A2 എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ 3 plus 4 into 2 equal to 3 plus 8 equal to what? 11 കിട്ടും. ഓക്കെ. അതുപോലെ A3യും കണ്ടെത്താം. A3 എന്ന് പറയുമ്പോൾ 3 plus 4 into 3 കൊടുക്കുക. ഓക്കെ. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3 plus 4 3s are 12 equal to 15. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വരുമ്പോൾ നമ്മുടെ AN ആണ് ഈ തന്നിട്ടുള്ളത്. A1 A2 A3 അതിൽ AN ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ്? 3 plus 4n എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. സോ ഇങ്ങനെ കണ്ടിന്യൂഷനാണ് ഈ പോകുന്നത്. എവിടെയും കണ്ടിന്യൂ ചെയ്ത് പോയി ലാസ്റ്റ് നമ്മൾ എന്തെഴുതി? ഇതെഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ ഒരു AP നമുക്കിവിടെ കിട്ടി. ഇതെന്താണ്? ഫസ്റ്റ് ടേം A1 ആണ്. A2 11 കിട്ടി. A3 എന്ത് കിട്ടി? 15ഉം കിട്ടി. അപ്പോൾ നമുക്കതൊന്ന് അടുത്ത് എഴുതിയിരിക്കാം. നമ്മൾ ഫോം ചെയ്ത AP എന്തൊക്കെയായിരുന്നു? 7, 11, 15, ദെൻ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള AN എന്ന് പറയുന്നത് ആൾ ആരാണ്? AN എന്ന് എഴുതേണ്ട, ഇത് എഴുതിയാൽ മതി കേട്ടോ. 3 plus 4. ഓക്കെ. അപ്പോൾ ഇത്രയും നമ്മൾ എഴുതിയിച്ചല്ലോ. ഇനി നമ്മളോട് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? സം ഓഫ് 15 ടേംസ് അല്ലേ കണ്ടെത്തേണ്ടേ അല്ലേ. ഈ APയിൽ വരുന്ന സം ഓഫ് 15 ടേംസ് എന്താണെന്നാണ് നമ്മളോട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനിൽ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇതിൻ്റെ നമുക്ക് ഫോർമുല എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ആ ഫോർമുല ഒന്നും കൂടി എഴുതാണ് കേട്ടോ. SN ഈക്വൽ ടു എന്താണ്? n/2 into 2a plus n minus 1 into d. കണ്ടോ? ഇതാണ് നമ്മുടെ ഫോർമുല. ഞാൻ മുന്നത്തെ ക്ലാസ്സിലൊക്കെ നല്ലപോലെ ഇത് പറഞ്ഞിട്ടുണ്ട്. സോ അതും കൂടി കാണുക. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കിനി എന്തൊക്കെ വേണം? നമുക്ക് A കണ്ടെത്തണം, ദെൻ വാട്ട് D കണ്ടെത്തണം, പിന്നെ N എഴുതണം. ഇതൊക്കെ എന്താ നമുക്ക് വേണ്ടേ? സോ നമുക്ക് അതൊന്ന് എടുത്തെഴുതാം. ഈ സൈഡിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെ വന്നാൽ എന്താണ്? A എന്ന് പറയുന്ന ആൾ ആരാ ഇവിടെ? A എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടേം ആയിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ കണ്ടെത്തി എന്താണ്? അപ്പോൾ A കിട്ടി 7 ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടത് എന്ന് കണ്ടോ? ഇതിൽ A എന്താണെന്ന് എഴുതി. ഇനി D എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്. സോ 11 minus 7 ആണ്. സോ വി ഗോട്ട് വാട്ട്? 4 കിട്ടി. അപ്പോൾ ഡിഫറൻസ് നമുക്ക് കിട്ടി. ഇനി ഇവിടെ എന്താ ഉള്ളത്? N ഉണ്ടല്ലോ ഇക്വേഷനിൽ. N എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് എത്ര ടേംസാണ് പറഞ്ഞേക്കുന്നത്? 15 ടേംസ് അല്ലേ. സോ അതല്ലേ N എന്ന് പറയുന്നത്. നമുക്ക് കണ്ടെത്തേണ്ടത് എന്തുവാണ്? S15 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഫോമിലേക്ക് വാല്യൂസ് ഒക്കെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ? SN ഈക്വൽ ടു n/2 എന്ന് പറയുന്നത് N ഇവിടെ ആരാണ് പറഞ്ഞത്? 15 അല്ലേ. സോ 15/2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ A ആരാണ് ഇവിടെ? 7 ആണ്. സോ 2 into 7 പ്ലസ് N ആരാണ്? വീണ്ടും 15 തന്നെയാണ്. 15 minus 1. ദെൻ ഡിഫറൻസ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. എത്രയായിരുന്നു അത്? 4 ആയിരുന്നു. സോ അവിടെ 4ഉം കൊടുക്കുക. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്ത് കൊടുക്കാൻ മതി? 15/2 ഇവിടെ ചെയ്യുമ്പോൾ 7 2s are 14 പ്ലസ് ഇതിൽ നിന്ന് 1 കുറച്ചാൽ എത്ര കിട്ടുക? 4 കിട്ടും. ദെൻ ഇൻറ്റു 4. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വീണ്ടും എന്താണ്? 15/2 into
14 പ്ലസ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 56 കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ 56 നമുക്ക് കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? SN ഈക്വൽ ടു 15/2 ഇൻറ്റു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 17 കിട്ടും. 2 ഇതിൽ പോവില്ലേ 35 ടൈംസ്. then ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടും എന്ന് നോക്കിയേ. 5 അപ്പം 525 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ കണ്ടോ, ഒരു കുഞ്ഞു കണക്കാണല്ലേ ഇത്. ഇതാണ് നമുക്ക് തന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ കണ്ടെത്തി? നമ്മളൊരു AP ഫോം ചെയ്തു. ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ AP ഫോം ചെയ്തു. ആ AP ഫോം ചെയ്യാനാണ് A1 2 3 കൊടുത്ത് എന്നിൻ്റെ സ്ഥാനത്തൊക്കെ 1 2 3 ഇട്ട് കൊടുത്ത് അതെല്ലാം കണ്ടെത്തി നമ്മളിതും ചെയ്തു വെച്ചു. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് സം ഓഫ് 15 ടേംസ് ആണ് കാണാൻ പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ എന്തും ചെയ്തു? സം ഓഫ് 15 ടേംസും കണ്ടെത്തി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ എഴുതാം കേട്ടോ. S15 ഈക്വൽ ടു എത്രയാണ്? സം ഓഫ് S15 മീൻസ് വാട്ട്? സം ഓഫ് 15 ടേംസ് ഇസ് ഈക്വൽ ടു 525 എന്നായിരിക്കും നമുക്കിവിടെ ആൻസർ കിട്ടുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫോർമുല ഇതിവിടെ തെറ്റിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സം ചെയ്യാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ് നോക്കിയേ? AN ഈക്വൽ ടു 9 - 5n. സോ അതിൻ്റെ ഫോർമുല സെയിം തന്നെയാണ്. സം ഓഫ് 15 ടേംസ് ആണ് നമുക്ക് കാണേണ്ടത്. സോ സം ഓഫ് n ടേംസ് അത് പറയുന്നത് എന്താണ്? n/2 × 2a + n - 1 × d. ദിസ് ഈസ് അവർ ഇക്വേഷൻ. സോ ഹിയർ ഓൾസോ വി ഹാവ് ടു ഫൈൻഡ് 3 ടേംസ്. ഓക്കെ, സോ ലെറ്റ് us do that. ഓക്കെ, ഫസ്റ്റ് തന്നെ എന്താ കൊടുക്കേണ്ടത്? A1 ഇവിടെ 9 കൊടുക്കുക -5 × 1. റൈറ്റ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ 9 - 5 × 1 എത്രയാണ്? 5 തന്നെയാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? കണ്ടോ, 4 കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? A2 കൊടുക്കുക അല്ലേ? A2 എന്ന് പറയുമ്പോൾ 9 - 5 × 2. സോ 9 - 10 നമുക്ക് എത്ര കിട്ടി? 1. വെറും 1 ആണോ? അല്ല അല്ലേ. 10ൻ്റെ മുന്നിൽ ആരുണ്ട്? മൈനസ് ഉണ്ട്. സോ ഇവിടെ -1 ആണ് നമുക്കിവിടെ കിട്ടിയ ആൻസർ. നമുക്കിനി A3യും കൂടെ കാണാമല്ലോ. 9 - 5 × 3 കണ്ടോ, 1 2 3. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 9 - 15 കിട്ടും അല്ലേ. അപ്പോൾ ഇതിന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? നമുക്ക് 6 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. പക്ഷേ 15ൻ്റെ മുന്നിൽ ആരുണ്ട്? മൈനസ്. അതിനെ കളയാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 3 ടേം നമ്മളിവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ആ AP നമ്മൾ ഫോം ചെയ്യാനായിട്ട് നമുക്ക് വന്ന് എടുത്തെഴുതാം കേട്ടോ. എന്താണ്? 4, -1, -6 ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇത്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? നമുക്ക് AN തന്നിട്ടുണ്ടല്ലോ, അതായത് nth ടേം. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പം എന്തുണ്ടെന്നാണ് പറയുന്നത്? 9 - 5 എന്നാണ് nth ടേം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്കിവിടെ കണ്ടെത്തേണ്ടത് എന്താണ്? സം ഓഫ് 15 ടേംസ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കട്ടെ, ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല. അപ്പോൾ ഈ സം ഓഫ് 15 ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? S15 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫോർമുലയാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ള എന്താണ്? SN ഈക്വൽ ടു അതായത് കണ്ടോ, SN ഈക്വൽ ടു n/2. ഒന്നും കൂടി എഴുതുക കേട്ടോ. 2a + n - 1 × d. റൈറ്റ്. അപ്പോൾ നമുക്കിനി അത് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇവിടെ A ഉണ്ട്. A ആരാണ് ഇവിടെ കിടക്കുന്നത്? 4 ആണ് അല്ലേ. പിന്നെ n എന്ന് പറയുന്ന ആരാ? 15 ടേംസ് അല്ലേ. പിന്നെ D നമുക്കിവിടെ എഴുതാം കേട്ടോ. ഇതേ അതായത് നമുക്ക് എടുത്ത് എഴുതി വയ്ക്കാം. ഇതിൽ A എത്രയാണെന്നുള്ളത് എഴുതാം. A ഈക്വൽ ടു എത്രയാണ്? 4 ആണ്. ദെൻ n എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. ദെൻ D എന്ന് പറയുന്നത് എത്രയാണ്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്. സോ സെക്കൻഡ് ടേം മീൻസ് -1 ആണ്. -4 ആണ്. ഓക്കെ, അപ്പം നെഗറ്റീവ് കൂടെ വന്നാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ആഡ് ചെയ്യും അല്ലേ. ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ തന്നെ മുൻപിൽ കൊടുക്കും. സോ വി ഗോട്ട് വാട്ട്? -5 ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ n എഴുതിയിട്ടുണ്ട്. ദെൻ അപ്പോൾ നമുക്കിനി S15 നമുക്ക് കണ്ടെത്തണം. നമുക്ക് ഈ വാല്യൂസ് ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ ആണല്ലോ. സോ S15 ഈക്വൽ ടു ഇവിടെ എന്താ കൊടുക്കുക? എന്നിൻ്റെ സ്ഥാനത്ത് 15/2. ദെൻ ഇവിടെ എന്താ കൊടുക്കുക? 2 × A എന്ന് പറയുന്ന ആളാരാ? 4 ആണ്. ദെൻ n - എന്ന് പറയുമ്പോൾ എത്രയാണ് കൊടുക്കുക? n എന്ന് പറയുന്നത് 15 അല്ലേ. സോ 15 - 1 × D നമുക്കിവിടെ കണ്ടെത്തിയിട്ടുണ്ട് -5. റൈറ്റ്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് എന്താണ്? ഈ 15/2 എടുത്ത് എഴുതുക. ഇവിടെ എന്താണ്? 4 2s are 8 വരും. 15 - 1 മീൻസ് 14 × -5 ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. ഓക്കെ, സോ ഇനി ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പം നമുക്ക് എന്താ കിട്ടിയത്? ഇത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം നോക്കിയേ? 15/2
ഇൻറ്റു 8 പ്ലസ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എത്രയായിരിക്കും നമുക്ക് കിട്ടുക? 4 5 70 കിട്ടും അല്ലേ? അപ്പോൾ എന്ത് 70 കിട്ടുക? -70 ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. നോക്കിയേ, ഇനി 15/2 ഈ 70 8 റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 62 അല്ലേ? വെറും 62 ആണോ? അല്ല അല്ലേ, -62 ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, 62 കിട്ടി. ഇനി നോക്കിയേ, ഈ 2 ഇതിൽ എത്ര ടൈംസ് പോകും? 31 ടൈംസ് ഇവിടെ പോകുന്നുണ്ട് കേട്ടോ. 3 2 6 അതിൽ 1, അപ്പോൾ 31 ടൈംസ് പോയി. ബാക്കി നമുക്ക് എന്താ ഉള്ളത്? 15 ഇൻറ്റു -31 ആണ് നമുക്കുള്ളത്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? നെഗറ്റീവ് എന്താണ് 465 ആയിരിക്കും നമുക്കിവിടെ കിട്ടുക ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി എന്താണ്? സം ഓഫ് 15 ടേംസ് ഇസ് ഈക്വൽ ടു -465. സോ ആ സമ്മ് നമ്മൾ ചെയ്തു. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? നന്നായിട്ട്. അപ്പോൾ ഒന്നുമില്ല കേട്ടോ, ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു സമ്മാണ്. നമ്മൾ പഠിച്ച സം ഓഫ് n ടേംസിൻ്റെ ഫോമിൽ എഴുതി. പക്ഷേ നമുക്കിവിടെ 8 2 3 അതായത് എന്താ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനൊക്കെ 1 2 3 എന്ന് വാല്യൂസ് കൊടുത്ത് നമ്മളതെല്ലാം കണ്ടെത്തി. അതിനുശേഷം നമ്മുടെ ഫോമുല ഒന്നും കൂടെ എടുത്തെഴുതി. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തി? ഇത് കണ്ടെത്തിയപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? മീൻസ് വാട്ട്, ഫസ്റ്റ് ടേമും ഡിഫറൻസും അതെല്ലാം നമ്മളിവിടെ കണ്ടെത്തി വെച്ചു. ആ വാല്യൂസൊക്കെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് സോൾവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? S15 = -465. ഓക്കെ, താങ്ക് യു.